ഹായ് ഫ്രണ്ട്സ്, ഞാൻ മുഹമ്മദ് സിദ്ദീഖ് പുത്തഞ്ചാലിൽ. നിയമവുമായി ബന്ധപ്പെട്ട പ്രായോഗികതയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാനാണ് ഇന്നിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. ജോലിസ്ഥലത്ത് സ്ത്രീകൾ പലപ്പോഴും സുരക്ഷാ പ്രശ്നങ്ങൾ നേരിടുന്നത് നമ്മൾ പലപ്പോഴും അറിയാറുണ്ട്, കാണാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ എല്ലാ തൊഴിൽ സ്ഥാപനങ്ങളിലും ഒരു ഇൻറ്റേർണൽ റിഡ്രസൽ ഫോറം രൂപീകരിക്കണമെന്നുള്ളത് നമ്മളെ വനിതാ സംരക്ഷണ നിയമത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ളതാണ്. ഉത്തരവ് എല്ലാ സ്ഥാപനങ്ങൾക്കും, സർക്കാരോ അല്ലെങ്കിൽ സർക്കാർ ഇതര സ്ഥാപനങ്ങൾക്കും അത്തരത്തിലുള്ള ഒരു ഇൻറ്റേർണൽ കമ്മിറ്റി രൂപീകരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരം ഇൻറ്റേർണൽ കമ്മിറ്റികൾ കൃത്യമായിട്ട് കമ്മിറ്റി ചേർന്നിട്ടുണ്ടോ എന്നുള്ളതും അത് യോഗം ചേരുന്നുണ്ടോ എന്നുള്ളതും ഒക്കെ ഒന്ന് നമ്മൾ തൊഴിൽ സ്ഥലങ്ങളിൽ നിരീക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ആദ്യം എന്തെങ്കിലും തരത്തിലൊരു സെക്സ്വൽ ഹരാസ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഏത് രീതിയിലാവാം, നോട്ടം കൊണ്ടോ സംസാരം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആദ്യം ഈ ഇൻറ്റേർണൽ കമ്മിറ്റിക്കാണ് പരാതി കൊടുക്കേണ്ടത്. അങ്ങനെ ആ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിൽ കമ്മിറ്റി വേണ്ട രീതിയിൽ അത് പ്രൊസീഡ് ചെയ്ത് വനിതാ കമ്മീഷനോ അല്ലെങ്കിൽ പോലീസിലോ അതിൻ്റെ യുക്തം പോലെ പ്രൊസീഡ് ചെയ്യേണ്ടതാണ്. അതിന് യുക്തമായ നടപടി ഉണ്ടാകുന്നില്ലെങ്കിൽ നമുക്ക് പോലീസിനെ സമീപിക്കാം, വനിതാ കമ്മീഷനെ സമീപിക്കാം. 1993 വനിതാ സംരക്ഷണ നിയമപ്രകാരം വനിതാ കമ്മീഷൻ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിച്ചു വരുന്നുണ്ട്. വനിതാ കമ്മീഷനെ നമുക്ക് നേരിട്ട് സമീപിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഇൻറ്റേർണൽ കമ്മിറ്റിയുടെ പ്രവർത്തനം നടക്കുന്നുണ്ടോ എന്ന് ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ എപ്പോഴും നിരീക്ഷിക്കുക. നമ്മൾക്ക് 13 സെക്കൻഡ് നമുക്കിഷ്ടമില്ലാത്ത രീതിയിൽ തുറച്ചു നോക്കുക, അതായത് 13 സെക്കൻഡ് സമയത്തിലധികം ഒരു സ്ത്രീയെ ഒരാൾ അങ്ങനെ തുറച്ചു നോക്കിയാൽ, സൂക്ഷിച്ചു നോക്കിയെന്ന് പറഞ്ഞാൽ അതുപോലും നമുക്ക് പരാതി കൊടുക്കാനുള്ള അവസരമുള്ളതാണ്. അതുപോലെ നിർബന്ധിച്ചെന്തെങ്കിലും ചെയ്യിക്കുക, ചായ കുടിക്കാനോ മറ്റുള്ള കാര്യങ്ങൾ നിർബന്ധമായി ചെയ്യിക്കുക തുടങ്ങിയുള്ള വളരെ വ്യക്തമായ 13ഓളം ഈ മാനദണ്ഡങ്ങൾ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്. ആ മാനദണ്ഡങ്ങൾ എല്ലാ ഓഫീസിലും പ്രദർശിപ്പിക്കേണ്ടതും ഓഫീസ് മേധാവിയുടെ കടമയാണ്. അതൊക്കെ പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക.